ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിജീസ് വ്ലോഗ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രീമിൻ്റെ പേര് മോയ്സ്ചറൈസ് എന്നാണ്. എൻ്റെ ബോഡി ചില സമയത്ത് പെട്ടെന്ന് ഡ്രൈനെസ് ഉണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടായിട്ട് ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ വന്നിട്ട് ഭയങ്കര ഇച്ചിനെസ്സൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള ക്രീമാണ് കേട്ടോ മോയ്സ്ചറൈസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സോപ്പ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസ് എന്ന് പറയുന്നൊരു സോപ്പും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ക്രീം നമുക്ക് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നൊരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ സജഷനോടുകൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാൻ കരുതിയത്. ഇതിൽ 100 ഗ്രാമിന് ഇതിന് 290 രൂപയാണ് കേട്ടോ ഇതിൻ്റെ. ഈ ഒരു ബോട്ടിൽ 100 ഗ്രാമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല റിസൾട്ടാണ്. നമുക്കിത് കൈമുട്ടിനൊക്കെ പുരട്ടാം. അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ബോഡിയിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ മോയ്സ്ചറൈസിൻ്റെ സോപ്പും അതേപോലെ തന്നെ മോയ്സ്ചറൈസ് ക്രീമും. പിന്നെ ഡോക്ടറുടെ സജഷനോട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു ക്രീമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡ് വശത്ത് എത്ര പെർസെൻറ്റേജിലാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അക്ഷരത്തിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രീമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ലാക്റ്റിക് ആസിഡ്, പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ആൻഡ് ലൈറ്റ് ലിക്വിഡ് പാരഫിൻ ക്രീം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസ് എന്ന നമ്മുടെ ഈ ഒരു ക്രീമിൽ അടങ്ങിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിർജ്ജീവമായിട്ടുള്ള കോശങ്ങളെയൊക്കെ മാറ്റി പുതിയ കോശങ്ങൾ വരാനും ഹെൽപ്പ് ചെയ്യും. അതിലൂടെ നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ആക്കാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല തിളക്കം ഉള്ളതാക്കാനും ഒക്കെ ലാക്റ്റിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഈ ചുളിവുകളും വരകളും ഒക്കെ മാറ്റി അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഈ ക്രീമിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നമ്മുടെ കൈമുട്ടിലൊക്കെ ഉണ്ടാവാറുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ ഈ ക്രീം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും പ്രൊപ്പൈലിൻ ഗ്ലൈക്കോളും ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ക്രീമിലുള്ള മറ്റൊരു ഘടകമാണ് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ. ഇത് നമ്മുടെ സ്കിന്നിൽ ആൻറ്റി ഇൻഫ്ലമറ്ററി ആയിട്ടും ആൻറ്റി മൈക്രോബയലൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കും. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫംഗസും ബാക്ടീരിയ മൂലമൊക്കെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, പിന്നെ പിമ്പിൾസ് അതൊക്കെ മാറ്റി സ്കിന്ന് നല്ല സോഫ്റ്റനായിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് മോയ്സ്ചറൈസ് ക്രീമിൽ അടങ്ങിയിട്ടുള്ള വേറെ 2 ഘടകങ്ങളാണ് ലൈറ്റ് ലിക്വിഡ് പാരഫിനും പിന്നെ യൂറിയയും. ലൈറ്റ് ലിക്വിഡ് പാരഫിൻ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കൊഴുപ്പില്ലാത്തൊരു ദ്രാവകമാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ഒരു ജലാംശത്തെ വളരെ കൂടുതൽ സമയം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോറിയാസിസ് പോലുള്ള സ്കിൻ സംബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഈ ലൈറ്റ് ലിക്വിഡ് പാരഫിൻ ക്രീംസാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ യൂറിയ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എക്സ്പോളിയേറ്ററാണ്. മൃദുവായ കോശങ്ങളെ മൃദുവായിട്ട് തന്നെ, അതായത് വളരെ പെട്ടെന്നല്ലാതെ വളരെ പതുക്കെ തന്നെ നീക്കം ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്കിന്നിനെ വളരെ സോഫ്റ്റനാക്കും. അതേപോലെ തന്നെ ജലാംശം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ഉള്ളതാക്കാനും ഒക്കെ യൂറിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മോയ്സ്ചറൈസ് ക്രീമിലുള്ളത്. യൂറിയ, ലാക്റ്റിക് ആസിഡ്, പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ആൻഡ് ലിക്വിഡ് ലൈറ്റ് പാരഫിൻ. ഒരു ഘടകങ്ങളൊക്കെ ഈ ക്രീമിലുള്ളതുകൊണ്ട് തന്നെ ഡ്രൈനെസ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഡോക്ടർ സജഷനോട് കൂടി തന്നെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. നമുക്കിനി ഇതിൻ്റെ പാക്കിങ് നോക്കാം കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലാണ് കേട്ടോ ഈ ക്രീം വരണത്. മേളിലത്തെ ആ ഒരു ക്യാപ്പ് കൂടാതെ തന്നെ ഉള്ളിൽ വേറൊരു ക്യാപ്പ് വെച്ചിട്ട് ക്രീം നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ആ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ക്രീം എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ക്യാപ്പ് കൂടെ മാറ്റിയിട്ട് ഞാൻ ക്രീം കാണിച്ചു തരാം. വൈറ്റ് കളറിലെ ക്രീമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രീം നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. പെട്ടെന്ന് തന്നെ സ്കിന്നിന് ആ ഒരു ചേഞ്ച്, ആ ഒരു സോഫ്റ്റ്നെസ് അപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ. ലൈറ്റ് ലിക്വിഡ് പാരഫിന് ഇതിനകത്ത് ആഡ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, ഗ്ലോ ആവും. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അത്ര വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ, സ്മെല്ലേ ഇല്ല ഇതിന്. പിന്നെ ഇതിൻ്റെ സോപ്പിന് ഒരു ചെറിയ ബേബി സോപ്പിൻ്റെ സ്മെല്ലുണ്ട്, പക്ഷേ ക്രീമിന് അത്ര വലിയ സ്മെല്ലൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇതിൻ്റെ സോപ്പും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.